പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ +2 കൊമേഴ്സ് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ബിസിനസ് സ്റ്റഡീസ് എന്ന് പറയുന്ന സബ്ജക്റ്റിലെ ഒന്നാമത്തെ ചാപ്റ്റർ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒന്നാമത്തെ ചാപ്റ്ററിലെ ഏറ്റവും അവസാന ഭാഗമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഉറുമ്പുകൾ അരിമണിയായിട്ട് പോകുന്ന ആ മനോഹരമായ കാഴ്ച നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ടി ആ രംഗം ഞാൻ ഒരിക്കൽ കൂടി കാണിക്കാം. വളരെ മനോഹരമായ കാഴ്ച അല്ലേ? ഉറുമ്പുകള് അരിയുമായിട്ട് മുന്നോട്ട് പോകുന്നു. നമ്മൾ വിചാരിക്കും, ഇതെങ്ങനെ സാധിക്കുന്നു? മനുഷ്യന് പോലും ഇത് അസാധ്യമാണല്ലോ. ഇത്ര ഡിസിപ്ലിൻഡ് ആയിട്ട്, ഇത്ര കൃത്യനിഷ്ഠയോട് കൂടിയിട്ട്, ഇത്ര ഭംഗിയായിട്ട് ഉറുമ്പുകൾ എങ്ങനെ ഈ അരിമണിയും ചുവന്നുകൊണ്ട് പോകുന്നു അവരുടെ ലക്ഷ്യസ്ഥാനത്തേക്ക്? നാം ചിന്തിക്കാം. ഇതിനു പിന്നിലൊരു ശക്തിയുണ്ട്. ആ ശക്തിക്കാണ് നമ്മൾ പറയുന്നത് കോർഡിനേഷൻ, ഏകോപനം. ഇപ്പൊ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് കോർഡിനേഷൻ ആണ്. എന്താണ് മാനേജ്മെന്റിൽ കോർഡിനേഷൻ എന്ന് നമുക്ക് അറിയാം. നേരെ ടോപ്പിക്കിലേക്ക്. ഉറുമ്പുകളുടെ കാര്യത്തിൽ കോർഡിനേഷൻ എന്താണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ മാനേജ്മെന്റിന്റെ പോയിന്റ് ഓഫ് വ്യൂല് എന്താണ് കോർഡിനേഷൻ എന്ന് മനസ്സിലാക്കാൻ പോവുകയാണ്. അതിനു മുമ്പ് ഞാനൊരു ഉദാഹരണം പറയാം. നമ്മളെല്ലാവർക്കും പരിചിതമാണ് മുത്തുമാല. ഒരു നൂലിൽ കുറെ മുത്തുകൾ കോർത്തിണക്കി ഉണ്ടാക്കിയിരിക്കുന്നതാണ് മുത്തുമാല എന്ന് പറയുന്നത്. ആ മുത്തുകൾ കോർത്തിണക്കാൻ നമ്മൾ ഉപയോഗിച്ചത് ഒരു നൂലാണ് അല്ലെ? ആ നൂല് എന്തുമാത്രം പ്രധാനപ്പെട്ടതാണ് ആ മാലയ്ക്ക്. ആ നൂല് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ അതിനെ നമ്മൾ മാല എന്ന് പറയില്ല. ഇതുപോലെ തന്നെ ഒരു ഓർഗനൈസേഷനിലെ പല ആക്ടിവിറ്റീസിനെ കോർത്തിണക്കുന്ന, ഏകോപിപ്പിക്കുന്ന പ്രവർത്തിക്കാണ് നമ്മൾ കോഓർഡിനേഷൻ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതായത് കോർഡിനേഷൻ ഈസ് എ പ്രോസസ് ബൈ വിച്ച് എ മാനേജർ സിങ്കർനൈസസ് ദ ആക്ടിവിറ്റീസ് ഓഫ് വേരിയസ് ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ നമ്മളിപ്പോൾ പറഞ്ഞ ഉദാഹരണത്തിലെ മുത്തുമാലയിലെ മുത്തുകളെ ഒന്നിച്ചു ചേർക്കുന്ന ഒരു നൂല് പോലെ ഓർഗനൈസേഷനിലെ വ്യത്യസ്ത ആക്ടിവിറ്റീസിനെ ഒന്നിച്ചു ചേർക്കുന്ന ഒരു നൂല് പോലെയാണ് കോർഡിനേഷൻ പ്രവർത്തിക്കുന്നത്. ഇനി കോർഡിനേഷൻ മാനേജ്മെന്റിന്റെ ഒരു ഫംഗ്ഷൻ ആണോ അതോ മറ്റെന്തെങ്കിലും പ്രവൃത്തിയാണോ? നമുക്ക് പരിശോധിക്കാം. സാധാരണ നമുക്കൊരു ഫംഗ്ഷൻ എന്ന് പറയാമെങ്കിലും അതിലും അപ്പുറമാണ് കോർഡിനേഷന്റെ പ്രാധാന്യം മാനേജ്മെന്റിൽ. കോർഡിനേഷനെ നമുക്ക് മാനേജ്മെന്റിന്റെ എസൻസ് എന്ന് പറയാം. കോർഡിനേഷൻ ഈസ് ദ എസൻസ് ഓഫ് മാനേജ്മെന്റ്. മാനേജ്മെന്റിന്റെ എസൻസ് ആണ്, സത്താണ് കോർഡിനേഷൻ. എന്തുകൊണ്ടാണ് മാനേജ്മെന്റിന്റെ എസൻസ് ആണ് കോർഡിനേഷൻ എന്ന് പറയാൻ കാരണം? കോർഡിനേഷൻ ഈസ് നീഡഡ് ടു പെർഫോം ഓൾ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ്. മാനേജ്മെന്റിന്റെ എല്ലാ ഫങ്ഷൻസും, പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ്, കൺട്രോളിംഗ്, ഈ പറഞ്ഞ എല്ലാ ഫങ്ഷൻസും പെർഫോം ചെയ്യണമെങ്കിൽ കോർഡിനേഷൻ ആവശ്യമാണ്. അതുപോലെ തന്നെ കോർഡിനേഷൻ ഈസ് റിക്വയർഡ് അറ്റ് ഓൾ ലെവൽസ് ഓഫ് മാനേജ്മെന്റ്. എല്ലാ ലെവലിലും, മാനേജ്മെന്റിന്റെ പല ലെവലുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ടോപ്പ്, മിഡിൽ, ലോവർ, ഈ എല്ലാ ലെവലുകളിലും കോർഡിനേഷൻ ആവശ്യമാണ്. അതുകൊണ്ടാണ് കോർഡിനേഷൻ എസൻസ് ആണ് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമുക്ക് കോർഡിനേഷന്റെ ഫീച്ചേഴ്സ് ഓർ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. കോർഡിനേഷന്റെ ഒന്നാമത്തെ ഫീച്ചറാണ് കോർഡിനേഷൻ ഇന്റഗ്രേറ്റ്സ് ഗ്രൂപ്പ് എഫേർട്ട്. അതായത് കോർഡിനേഷനിൽ കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത്, പ്രാധാന്യം കൊടുക്കുന്നത് ഗ്രൂപ്പ് എഫേർട്ടിനാണ്, ഇൻഡിവിജ്വൽ എഫേർട്ടിനല്ല. കോർഡിനേഷൻ യൂണിഫൈസ് അൺറിലേറ്റഡ് ആക്ടിവിറ്റീസ് ഇൻടു പർപ്പസ്ഫുൾ വർക്ക് ആക്ടിവിറ്റി. ഓർഗനൈസേഷനിലുള്ള വ്യത്യസ്ത ആക്ടിവിറ്റികളെ ഏകോപിപ്പിച്ചുകൊണ്ട് ഓർഗനൈസേഷന്റെ ലക്ഷ്യം നേടാൻ കോർഡിനേഷൻ സഹായിക്കുന്നു എന്നർത്ഥം. കോർഡിനേഷന്റെ രണ്ടാമത്തെ ഫീച്ചറാണ് കോർഡിനേഷൻ എൻഷുവേഴ്സ് യൂണിറ്റി ഓഫ് ആക്ഷൻ. പ്രവർത്തനത്തിൽ ഐക്യം കൊണ്ടുവരാൻ കോർഡിനേഷന് സാധിക്കും. Coordination is act as the binding force between departments and ensure that all action is aimed at achieving organizational goal.
അതായത് ഒരു ഓർഗനൈസേഷനിൽ വ്യത്യസ്ത ഡിപ്പാർട്ട്മെന്റുകളുണ്ട്, അവരുടെ പ്രവർത്തനങ്ങൾ വ്യത്യസ്തമായിരിക്കും. എങ്കിലും ഈ വ്യത്യസ്ത പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാൻ വേണ്ടി, യൂണിഫൈ ചെയ്യാൻ വേണ്ടി കോർഡിനേഷൻ ആവശ്യമാണ്, അല്ലെങ്കിൽ കോർഡിനേഷൻ സഹായിക്കുന്നുണ്ട്. ഒരു ഉദാഹരണം പറയാം. ഒരു പഞ്ചസാര നിർമ്മാണ ഫാക്ടറി, അവിടെ പ്രധാന അസംസ്കൃത വസ്തു എന്ന് പറയുന്നത് കരിമ്പാണ്. അപ്പോൾ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റും പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റും തമ്മിൽ ഒരു കോർഡിനേഷൻ ആവശ്യമാണ്. ഇപ്പോൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിന് 5 ടൺ കരിമ്പാണ് വേണ്ടതെങ്കിൽ ഈ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് 5 ടൺ കരിമ്പ് വാങ്ങി ഈ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിന് കൈമാറണം. അപ്പൊ അവർ ആ ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിൽ ഒരു കോർഡിനേഷൻ അനിവാര്യമാണ്. ഇത്തരത്തിലുള്ള കോർഡിനേഷൻ, ഈ പ്രവർത്തനങ്ങൾ വ്യത്യസ്തമാണെങ്കിലും അവരുടെ പ്രവർത്തനങ്ങളിലുള്ള ഏകോപനം കോർഡിനേഷനിലൂടെ സാധ്യമാവുന്നുണ്ട്. കോർഡിനേഷന്റെ അടുത്ത പ്രത്യേകത, കോർഡിനേഷൻ ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്. കോർഡിനേഷൻ ഒരു തുടർ പ്രക്രിയയാണ്. കോർഡിനേഷൻ ഈസ് നോട്ട് എ വൺ ടൈം ഫംഗ്ഷൻ, ബട്ട് ഇറ്റ്സ് എ കണ്ടിന്യൂസ് പ്രോസസ്. കോർഡിനേഷൻ എന്ന് പറയുന്നത് ഒരു സിംഗിൾ ആക്ടിവിറ്റി അല്ല, ഇതൊരു തുടർ പ്രക്രിയയാണ്. കോർഡിനേഷൻ ഈസ് ബിഗിൻസ് വിത്ത് പ്ലാനിങ് ആൻഡ് കണ്ടിന്യൂസ് ടിൽ കൺട്രോളിങ്. പ്ലാനിങ്ങോട് കൂടിയിട്ട് ആരംഭിക്കുന്നു, കൺട്രോളിങ് വരെ തുടർന്നുകൊണ്ടിരിക്കുന്നു. അതായത് ഇത് ഒരു ഓർഗനൈസേഷൻ ഉള്ളിടത്തോളം കാലം തുടർന്നുകൊണ്ടിരിക്കേണ്ട ഒരു പ്രക്രിയയാണ് കോർഡിനേഷൻ എന്ന് പറയുന്നത്. കോർഡിനേഷന്റെ അടുത്ത പ്രത്യേകത, കോർഡിനേഷൻ ഈസ് ആൻ ഓൾ പെർവാസീവ് ഫംഗ്ഷൻ. കോർഡിനേഷൻ എന്ന് പറയുന്നത് ഒരു സർവ്വവ്യാപിയായിട്ടുള്ള ഒരു മാനേജ്മെന്റിന്റെ ഫംഗ്ഷനാണ്. അങ്ങനെ പറയാൻ കാരണം, കോർഡിനേഷൻ ഈസ് റിക്വയർഡ് അറ്റ് ഓൾ ലെവൽസ് ഓഫ് മാനേജ്മെന്റ്. മാനേജ്മെന്റിന്റെ എല്ലാ ലെവലുകളിലും കോർഡിനേഷൻ ആവശ്യമാണ്. ടോപ്പ് ലെവൽ മാനേജ്മെന്റിന് കോർഡിനേഷൻ ആവശ്യമാണ്, മിഡിൽ ലെവൽ മാനേജ്മെന്റിന് കോർഡിനേഷൻ ആവശ്യമാണ്, അതുപോലെ തന്നെ ലോവർ ലെവൽ മാനേജ്മെന്റിനും കോർഡിനേഷൻ ആവശ്യമാണ്. ഇക്കാരണത്താൽ നമുക്ക് പറയാം കോർഡിനേഷൻ ഈസ് ആൻ ഓൾ പെർവാസീവ് ഫംഗ്ഷൻ. കോർഡിനേഷന്റെ 5ാമത്തെ ഫീച്ചറാണ്, കോർഡിനേഷൻ ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ഓൾ മാനേജേഴ്സ്. എല്ലാ മാനേജേഴ്സിന്റെയും ഉത്തരവാദിത്തമാണ് കോർഡിനേഷൻ എന്നുള്ളത്. ടോപ്പ് ലെവൽ മാനേജ്മെന്റിന്റെ മാത്രം ഉത്തരവാദിത്തമല്ല, മിഡിൽ ലെവൽ മാനേജ്മെന്റിന്റെ മാത്രമല്ല, ലോവർ ലെവൽ മാനേജേഴ്സിന്റെ മാത്രം ഉത്തരവാദിത്തമല്ല, എല്ലാ മാനേജേഴ്സിന്റെയും ഉത്തരവാദിത്തമാണ് കോർഡിനേഷൻ എന്നുള്ളത്. ടോപ്പ് ലെവൽ മാനേജ്മെന്റ് കോർഡിനേറ്റ് വിത്ത് സബോർഡിനേറ്റ്സ് ടു ഇംപ്ലിമെന്റ് ദെയർ പ്ലാൻസ് ആൻഡ് പോളിസീസ്. മിഡിൽ ലെവൽ മാനേജേഴ്സ് കോർഡിനേറ്റ് ഡിപ്പാർട്ട്മെന്റൽ ആക്ടിവിറ്റീസ്. ലോവർ ലെവൽ മാനേജേഴ്സ് കോർഡിനേറ്റ് ദ ആക്ടിവിറ്റീസ് ഓഫ് വർക്കേഴ്സ്. ആ ഒരു നിലയ്ക്ക് നമുക്ക് പറയാം കോർഡിനേഷൻ എല്ലാ മാനേജേഴ്സിന്റെ ഉത്തരവാദിത്തമാണെന്ന്. കോർഡിനേഷന്റെ ഏറ്റവും അവസാനത്തെ ഫീച്ചർ, കോർഡിനേഷൻ ഈസ് എ ഡെലിബറേറ്റ് ഫംഗ്ഷൻ. കോർഡിനേഷൻ എന്ന് പറയുന്ന ഒരു ബോധപൂർവം ചെയ്യുന്ന ഒരു പ്രക്രിയയാണ്. ദ മാനേജർ ഹാസ് ടു കോർഡിനേറ്റ് ദ എഫേർട്ട് ഓഫ് ഡിഫറെന്റ് പീപ്പിൾ ഇൻ ആൻ ഓർഗനൈസേഷൻ ഇൻ എ കോൺഷ്യസ് ആൻഡ് ഡെലിബറേറ്റ് മാനർ. അതായത് ഒരു ഓർഗനൈസേഷനിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള ആൾക്കാരുണ്ടാവും, അവരുടെ താല്പര്യങ്ങൾ വ്യത്യസ്തങ്ങളായിരിക്കും, അവർ വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ആൾക്കാരുമായിരിക്കും. ഈ വ്യത്യസ്ത ആൾക്കാരുടെ വ്യത്യസ്ത പ്രവർത്തനങ്ങളെ മാനേജേഴ്സ് കോർഡിനേറ്റ് ചെയ്യുന്നത്, ഏകോപിപ്പിക്കുന്നത് വളരെ ബോധപൂർവമാണ്. അല്ലാതെ ഈ കോർഡിനേഷൻ എന്ന് പറയുന്നത് ഓർഗനൈസേഷനിൽ തന്നെ സംഭവിക്കുന്ന, ആകസ്മികമായി സംഭവിക്കുന്ന ഒരു കാര്യമല്ല. ഇത് വളരെ ബോധപൂർവം മാനേജേഴ്സ് പെർഫോം ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ്. നമ്മൾ കോർഡിനേഷന്റെ ഫീച്ചേഴ്സ് പറഞ്ഞു കഴിഞ്ഞു. 1, കോർഡിനേഷൻ ഇന്റഗ്രേറ്റ്സ് ഗ്രൂപ്പ് എഫേർട്ട്. 2, കോർഡിനേഷൻ എൻഷുവേഴ്സ് യൂണിറ്റി ഓഫ് ആക്ഷൻ. 3, കോർഡിനേഷൻ ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്. 4, കോർഡിനേഷൻ ഈസ് ഓൾ പെർവാസീവ് ഫംഗ്ഷൻ. 5, കോർഡിനേഷൻ ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ഓൾ മാനേജേഴ്സ്. അവസാനമായിട്ട് കോർഡിനേഷൻ ഈസ് എ ഡെലിബറേറ്റ് ഫംഗ്ഷൻ. നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് കോർഡിനേഷൻ, അല്ലെങ്കിൽ പറയാൻ പറ്റും വൈ കോർഡിനേഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ്. കോർഡിനേഷന്റെ പ്രാധാന്യം അല്ലെങ്കിൽ കോർഡിനേഷൻ എന്തുകൊണ്ടാണ് പ്രധാനപ്പെട്ടതാവുന്നത്, അതിനുള്ള കാരണങ്ങളാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ട ഉദാഹരണത്തിൽ നിന്ന് മനസ്സിലാക്കി ഒരു ഓർഗനൈസേഷനിലെ പല ആക്ടിവിറ്റീസിനെ ബന്ധിപ്പിക്കുന്ന ഒരു കണ്ണിയാണ് കോർഡിനേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ അതിന്റെ പ്രാധാന്യം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോവുകയാണ്. 1ാമത്തെ പ്രാധാന്യം, കോർഡിനേഷൻ ഇൻക്രീസസ് എഫിഷ്യൻസി. ഇഫ് ദർ ഈസ് ആൻ എഫക്റ്റീവ് കോർഡിനേഷൻ സിസ്റ്റം, ഇറ്റ് ഇൻക്രീസസ് എഫിഷ്യൻസി. ഒരു ഓർഗനൈസേഷനിൽ എഫക്റ്റീവ് ആയിട്ടുള്ള കോർഡിനേഷൻ സിസ്റ്റം ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ആ ഓർഗനൈസേഷന്റെ എഫിഷ്യൻസി വർദ്ധിപ്പിക്കും. ഈ കാരണത്താൽ നമുക്ക് പറയാം കോർഡിനേഷൻ പ്രധാനപ്പെട്ടതാണ്. കോർഡിനേഷന്റെ 2ാമത്തെ പ്രാധാന്യം, കോർഡിനേഷൻ ഈസ് കീ ടു അതർ മാനേജീരിയൽ ഫംഗ്ഷൻ. മറ്റു മാനേജീരിയൽ ഫംഗ്ഷൻസ് ആയ പ്ലാനിംഗ്, ഓർഗനൈസിംഗ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിംഗ് തുടങ്ങിയ ഫംഗ്ഷനെ എഫക്റ്റീവ് ആകാൻ, മീനിങ് ആകാൻ, ഫ്രൂട്ട്ഫുൾ ആകാൻ കോർഡിനേഷൻ സഹായിക്കുന്നുണ്ട്. അതായത് മാനേജ്മെന്റിന്റെ മറ്റു ഫംഗ്ഷൻസിനെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ വേണ്ടി കോർഡിനേഷൻ ആവശ്യമാണ്. 3ാമതായിട്ട്, കോർഡിനേഷൻ ഗീവ് മോർ ഇമ്പോർട്ടൻസ് ടു ഹ്യൂമൻ എലമെന്റ്. ഓർഗനൈസേഷനിലെ ഹ്യൂമൻ എലമെന്റിന് അഥവാ ഓർഗനൈസേഷനിലെ എംപ്ലോയീസിന് കോർഡിനേഷൻ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അക്കാരണത്താൽ
എംപ്ലോയീസ് കൂടുതൽ മോട്ടിവേറ്റഡ് ആകുകയും അവരുടെ ധാർമ്മികത വർദ്ധിക്കുകയും ചെയ്യും. അത് ഓർഗനൈസേഷന് ഗുണകരമാണ്. അതുകൊണ്ട് നമുക്ക് പറയാം കോർഡിനേഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്, ഒരു പ്രോസസ്സാണ്. കോർഡിനേഷന്റെ അടുത്ത പ്രാധാന്യം, കോർഡിനേഷൻ ഹെൽപ്സ് ടു ബ്രിങ് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി. നാനാത്വത്തിൽ ഏകത്വം കൊണ്ടുവരാൻ കോർഡിനേഷനെ കൊണ്ട് സാധിക്കും. അതായത് an organization consists of people with different needs, interests, views, attitudes, etc. ഒരു ഓർഗനൈസേഷനിലെ വ്യത്യസ്ത താല്പര്യത്തോട് കൂടിയിട്ടുള്ള, വ്യത്യസ്ത കാഴ്ചപ്പാടോട് കൂടിയിട്ടുള്ള, വ്യത്യസ്ത മനോഭാവത്തോട് കൂടിയിട്ടുള്ള ആൾക്കാരാണ് ഉള്ളത്. ഇവരുടെ ഈ കാഴ്ചപ്പാടും മനോഭാവവും ഒക്കെ ഒരുമിച്ച് ചേർത്തുകൊണ്ട് ഓർഗനൈസേഷന്റെ ലക്ഷ്യം നേടാൻ കോർഡിനേഷനിലൂടെ മാത്രമേ സാധിക്കത്തുള്ളൂ. ആ ഒരു നിലയ്ക്കാണ് കോർഡിനേഷൻ പ്രധാനപ്പെട്ടതാണെന്ന് പറയുന്നത്. കോർഡിനേഷന്റെ അടുത്ത പ്രാധാന്യം, കോർഡിനേഷൻ ഇന്റഗ്രേറ്റ്സ് എഫേർട്സ് ഓഫ് വേരിയസ് സ്പെഷ്യലിസ്റ്റ് ഇൻ ആൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനിലെ വ്യത്യസ്ത സ്പെഷ്യലിസ്റ്റുകളുടെ പ്രയത്നങ്ങളെ ഏകോപിപ്പിക്കാൻ കോർഡിനേഷൻ ആവശ്യമാണ്. അതായത് നമുക്കറിയാം, ഇന്ന് സ്പെഷ്യലിസ്റ്റുകളുടെ കാലമാണ്. എല്ലാ ഓർഗനൈസേഷനും സ്പെഷ്യലിസ്റ്റുകളുണ്ട്. പ്രൊഡക്ഷൻ മേഖലയിൽ സ്പെഷ്യലിസ്റ്റുകളുണ്ട്, ഫിനാൻസിൽ സ്പെഷ്യലിസ്റ്റുകളുണ്ട്, മാർക്കറ്റിംഗിൽ സ്പെഷ്യലിസ്റ്റുകളുണ്ട്. ഇവരുടെ പ്രയത്നങ്ങളെ ഒരുമിപ്പിക്കാൻ, ഏകോപിപ്പിക്കാൻ കോർഡിനേഷൻ കൂടിയേ തീരൂ. ആ ഒരു നിലയ്ക്കാണ് കോർഡിനേഷൻ പ്രധാനപ്പെട്ടതാണെന്ന് പറയുന്നത്. അവസാനമായി കോർഡിനേഷന്റെ പ്രാധാന്യം, കോർഡിനേഷൻ ഹെൽപ്സ് ഇൻ റീകൺസിലിയേഷൻ ഓഫ് ഗോൾസ്. നമുക്കറിയാം, ഓർഗനൈസേഷനിൽ വ്യത്യസ്ത ഗോൾസ് ഉള്ള എംപ്ലോയീസ് ഉണ്ടാകാം. ഓർഗനൈസേഷനിൽ തന്നെ വ്യത്യസ്ത ഗോളോട് കൂടിയിട്ടുള്ള പല ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടാകാം. ഇവരുടെ എല്ലാം ഗോളുകളെ, ലക്ഷ്യങ്ങളെ ഓർഗനൈസേഷന്റെ ലക്ഷ്യവുമായി ബന്ധിപ്പിക്കുന്ന, അതുമായി യോജിപ്പിക്കുന്ന ഒരു പ്രക്രിയയാണ് കോർഡിനേഷൻ. അതുകൊണ്ട് കോർഡിനേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ഇത്ര നേരം കോർഡിനേഷന്റെ പ്രാധാന്യത്തെക്കുറിച്ച് മനസ്സിലാക്കി. കോർഡിനേഷൻ ഇൻക്രീസസ് എഫിഷ്യൻസി. കോർഡിനേഷൻ ഈസ് കീ ടു ഓൾ അതർ മാനേജീരിയൽ ഫംഗ്ഷൻസ്. Coordination gives more importance to human elements. Coordination helps to bring unity in diversity. Coordination integrates efforts of various specialists in an organization. And finally, coordination helps in reconciliation of goals. പ്രിയമുള്ളവരെ, അപ്പോൾ നമ്മൾ +2 ബിസിനസ് സ്റ്റഡീസിലെ 1ാമത്തെ ചാപ്റ്റർ ഈ 6 വീഡിയോകളിലായിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. 1ാമത്തെ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത ദിവസങ്ങളിൽ 2ാമത്തെ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളുമായിട്ട് ഞാൻ വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.